അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മുട്ടക്കുറുമയായിട്ടാണ്. ചപ്പാത്തി, പൊറോട്ട, നൂലപ്പം, നെയ്ച്ചോറിക്കൊക്കെ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടി ഒരു കടായി പോട്ടിൽ ഞാൻ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 3 സവാളയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള 3 സവാള കനം കുറച്ചെരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി സവാള വഴന്ന് കിട്ടാൻ ആവശ്യമായ ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകൊക്കെ ഒരു 4 5 ഇട്ട് കൊടുക്കുക. ഇവിടെ എൻ്റെ പേരക്കുട്ടികൾക്ക് വല്ലാതെ എരിവ് പറ്റാത്തതുകൊണ്ട് ഞാൻ വല്ലാതെ എരിവും മസാലയൊക്കെ കുറച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇതിൽക്ക് ആദ്യം ഞാൻ പട്ടാപ്പൂവ് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 ഏലക്കായ, ഒരു 4 പട്ടയും 5 6 പൂവാണ് ഇട്ട് കൊടുത്തത്. പച്ചമുളക് 2 പച്ചമുളക് നടുക്ക് കീറി അത് ഇട്ട് കൊടുത്തു. ഇഞ്ചി 1 പച്ചമുളക് ചതച്ചതും കൂടി ഞാനിതിൽ ചേർത്തി കൊടുക്കുകയാണ്. എരിവൊക്കെ കൂടുതൽ പച്ചമുളക് കൂടുതൽ ടേസ്റ്റാണ് ഇട്ട് കൊടുത്താൽ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണാക്കിയതും അതേപോലെ ക്യാരറ്റ് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുത്തു. ഇനി ഒന്ന് വേകാൻ വേണ്ടി കുറച്ച് നേരം വെച്ചതിന് ശേഷം കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അവിടെ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടിയാണ്ട് വേവാൻ വെക്കുക. ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടണം. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി വേവിച്ചെടുക്കാം. പിന്നെ ഞാനൊരു 15 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം നാളികേരത്തിൻ്റെ 1 മുറി നാളികേരം എടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക. അത് പിന്നെ വേവാൻ വെച്ച ഉരുളക്കിഴങ്ങ് കുറച്ചെടുത്തിട്ട് ഞാൻ ഇതിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ്. കറിക്ക് കൊഴുപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലിട്ട് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥയാണ്. ഒരു 1/4 ടീസ്പൂൺ തന്നെ ഇല്ല, ഒരു തിരി മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഒന്ന് കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട്, ആ വെള്ള കളറൊന്ന് വിടാൻ വേണ്ടിയിട്ട്. വെള്ള കളറാണ് ഇഷ്ടം വെച്ചാൽ ഈ മഞ്ഞൾപ്പൊടി ചേർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അത് തിളച്ച് വന്നിട്ടതിന് ശേഷം നമുക്ക് ആ നാളികേരം അരച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കാം.
ടേസ്റ്റുള്ള ഒരു എഗ്ഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ.